നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ വിജയങ്ങൾ നേടി ഒരുപാട് സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ലാലേട്ടന്റെ 3-4 സിനിമകൾ തന്നെ 500 കോടിയോളമാണ് കളക്ട് ചെയ്തത് എന്നും പറയപ്പെടുന്നു. എന്നാൽ സത്യത്തിൽ മലയാള സിനിമയുടെ ഒരു എണ്ണത്തിൽ വൻ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് സത്യം. സാധാരണ ശരാശരി ഒരു മാസം ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് 20 സിനിമകളാണ്. എന്നാൽ ഇപ്പോൾ അത് വെറും 8 സിനിമകളായിട്ട് എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, എന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിനെ സംബന്ധിച്ച് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്തയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു വിവരം ഞാൻ പൂർണ്ണമായിട്ട് വായിക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. സിനിമയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് വായിക്കാതെ പോവരുത്. 2 ദിവസം മുമ്പ് മലയാള മനോരമയിൽ വന്ന ഈ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. OTT സാറ്റലൈറ്റ് ബിസിനസ് പൂർണ്ണമായും നിലച്ചതോടെ ഒരു മാസം ശരാശരി 20 സിനിമകൾ ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്ന് അത് ഇപ്പോൾ ശരാശരി 8 സിനിമകൾ മാത്രമായി ചുരുങ്ങി. ഈ 8 സിനിമ എന്ന് പറയുന്നത് മാർക്കറ്റുള്ള നടന്മാരുടെ സിനിമകളാണ്. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യമുള്ള സിനിമ പൂർണ്ണമായും നിലച്ചു. ഒരു തിരക്കഥാകൃത്ത് സംവിധായകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയത്, സിനിമയിൽ സജീവമാവണമെന്ന് ആഗ്രഹിച്ച ആയിരക്കണക്കിന് പേരുടെ വഴി പൂർണ്ണമായും അടഞ്ഞു എന്നു തന്നെയാണ്. സിനിമ കുറച്ചു പേരുടെ മാത്രം കുത്തകയാണ്. അവർ മാത്രമേ സിനിമയിൽ സജീവമാകാൻ പാടുള്ളൂ. അവരിൽ ചിലർ അഭിനയിച്ചാൽ മാത്രമേ ജനം സിനിമ കാണൂ എന്ന അവസ്ഥ ചിലർ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്നതാണ്. പല ടീമുകളും ചേർന്ന ഒരു ബെൽറ്റ്. ഒരു തിരക്കഥാകൃത്താകാൻ 25 വർഷം താൻ നടത്തിയ ശ്രമത്തിനിടയിൽ പഠിച്ചതാണ് ഇതൊക്കെ. വലിയ സംവിധായകരുടെ സഹസംവിധായകരായി പ്രവർത്തിച്ച വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡയറക്ഷൻ പഠിച്ചിറങ്ങിയ എന്റെ സുഹൃത്തുക്കളിൽ പലരും ഇത്തരം ടീമുകളുടെ പിന്നാലെ നടന്നു. പക്ഷെ അവർക്കാർക്കും ഇന്നേ വരെ സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞില്ല. അഭിനയിക്കാൻ ഇറങ്ങിത്തിരിച്ചവരുടെയും സ്ഥിതി ഇതുതന്നെയാണ്. ആ ബെൽറ്റിനുള്ളിലേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ല, അഥവാ പ്രവേശനം ലഭിച്ചാൽ തന്നെ നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരും. ഞാൻ മാറി ചിന്തിച്ചു, പരീക്ഷണത്തിന് തയ്യാറായി. നിർമ്മാതാക്കളുടെയും നടന്മാരുടെയും പിന്നാലെ കൂടിയില്ല. അതുകൊണ്ട് എനിക്ക് സ്വന്തമായി സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞു. മാർക്കറ്റുള്ള നടന്മാരുടെ ഡേറ്റ് വാങ്ങിയാൽ സിനിമ ചെയ്യാം എന്ന് ഇപ്പോ എന്നോട് പറയുന്ന നിർമ്മാതാക്കളുണ്ട്. കിങ് ആൻഡ് കമ്മീഷണർ സിനിമയ്ക്ക് തൊട്ടു മുമ്പ് സുരേഷ് ഗോപി എനിക്ക് ഡേറ്റ് തന്നിരുന്നു. സിദ്ധു പനക്കിലായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. അന്ന് അദ്ദേഹത്തിന് മാർക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ പിന്മാറി. നീണ്ട കാത്തിരിപ്പ് വെറുതെയായി. നടക്കുമെന്ന് ഉറപ്പില്ലാത്ത കാത്തിരിപ്പ്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം ചോദിച്ചു ചെല്ലുന്ന എല്ലാവരുടെയും അവസ്ഥയും ഇതുതന്നെയാണ്. ഒരു ടീമിനുള്ളിൽ, ബെൽറ്റിനുള്ളിൽ എത്തിപ്പെട്ടാൽ കാര്യങ്ങൾ എളുപ്പമാകും. പക്ഷേ നമുക്ക് ടീമില്ല. നമുക്ക് ഒരു ടീം ഉണ്ടാക്കാൻ കഴിയുമോ? ഒരു ബെൽറ്റ് ആകാൻ കഴിയുമോ എന്നാണ് എന്റെ ചിന്ത. ഇതാണ് ആ വാർത്ത. തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ സിനിമയുടെ പുറകെ നടക്കുന്ന ഒരാളാണ്, സിനിമയുടെ കുറെ നടന്ന ഒരാളാണ് എന്നുള്ള നിലയിൽ എനിക്കിത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. സിനിമയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഇതൊരു പാഠമാണ്. ഇത് ആരാണ് എഴുതിയത് എന്ന് ഈ ഒരു പോസ്റ്ററിൽ എന്റെ താഴെയോ അല്ലെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്ത ആളോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് ആരാണ് എഴുതിയത് എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും മലയാള സിനിമയിൽ ഇപ്പോൾ എണ്ണം കുറഞ്ഞു എന്ന് പറയുന്നത് സത്യമായ ഒരു കാര്യമാണ്. 200 സിനിമകൾക്ക് മുകളിൽ ഇറങ്ങിയ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വെറും 100 സിനിമകൾ മറ്റോയാണ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. ഇനി എത്ര സിനിമകൾ ഇറക്കാനുണ്ടെങ്കിലും അതൊരു 200ന്റെ അപ്പുറം കടക്കും എന്നും തോന്നുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് പുതിയ ആളുകളെ എന്തുകൊണ്ട് എടുക്കുന്നില്ല? കുറെ റീ റിലീസുകൾ ഇറങ്ങുന്നു. നല്ല സിനിമകൾക്ക് തിയേറ്റർ കിട്ടാത്തപ്പോൾ പോലും ലാലേട്ടന്റെ പോലെയുള്ള സിനിമകൾക്ക് റീ റിലീസുകൾക്ക് തിയേറ്റർ ഇഷ്ടംപോലെ കിട്ടുന്നു. ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു 90 കിഡ്സ് ആയിട്ടുള്ള ആളുകളുടെ നൊസ്റ്റാൾജിയ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള സിനിമകളാണ് ഇപ്പോൾ ഈ രാവണപ്രഭു പോലെയുള്ള സിനിമകളൊക്കെ ആളുകൾ കൂടുതലും പോയി കാണുന്നത്. ആ പഴയ കാലത്ത് കണ്ടിട്ടുള്ള ആ ഓർമ്മകൾ പുതുക്കാനും അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിക്കുന്ന രീതിയിലാണ് ആളുകൾ ആ സിനിമയൊക്കെ കാണാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ എത്രത്തോളം പുതിയ താരങ്ങളുടെ അല്ലെങ്കിൽ പുതിയ ആളുകളുടെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്ര തിയേറ്ററുകൾ കിട്ടുന്നുണ്ട്, ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ സിനിമ എടുക്കാൻ മടിക്കുന്ന ഒരു കാര്യം എന്ന് തോന്നുന്നത് ഇപ്പോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പറയുന്ന പോലെയുള്ള സെൻസറിങ് ഒക്കെ വളരെയധികം ബാധിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ഏതൊരു വിഷയങ്ങളും നമ്മൾ എടുത്ത് കൈകാര്യം ചെയ്ത് അതിന്റെ ഡയലോഗ്
നോട്ട്സുകൾ എഴുതുമ്പോഴും അത് ചിത്രീകരിക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. ഒരു ക്രിയേറ്റീവായിട്ട് നമ്മൾ ഒരു സൃഷ്ടി നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നിബന്ധനകൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും, ഒരു കഥാപാത്രത്തിന്റെ പേരിടുന്ന ആ ഒരു സംഭവത്തിനെ പോലും നമ്മൾ സെൻസറിങ്ങിൽ വളരെ ശ്രദ്ധിച്ച് അവരതിനെയൊക്കെ മാറ്റണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഈ ഒരു ക്രിയേറ്റീവിയുടെ ഉള്ളിൽ വളരെയധികം മടുപ്പുളവാക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും അതൊന്നും ചിന്തിക്കാതെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നും തന്നെ ചിന്തിക്കാതെ ആയിരിക്കാം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ തന്നെ അത് ചിന്തിച്ച് തന്നെ എഴുതിയാൽ എന്താണ് കുഴപ്പം? അതൊക്കെ നമ്മുടെ സൊസൈറ്റിയുമായി കണക്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളല്ലേ. അതല്ലേ നമ്മുടെ ചിന്തയേനും നമ്മുടെ കഴിവിനെയൊക്കെ ഉണർത്തുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അതിനൊക്കെ ഈ പറയുന്ന രീതിയിൽ സെൻസർ ബോർഡ് കട്ട് ചെയ്യണമെന്ന് പറയുന്നു. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ജനം കാണണ്ട എന്ന് തീരുമാനിക്കുന്നു. പിന്നെ OTT പ്ലാറ്റ്ഫോമുകൾ തീരെ തന്നെ ബിസിനസ് നിലച്ച രീതിയിൽ നിൽക്കുന്നു. ഇതൊക്കെ തന്നെ ഈ ഒരു വ്യവസായത്തെ വളരെയധികം ബാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോ ഇതിൽ പറഞ്ഞ പോലെ പുതിയ താരങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നെസ്ലിനെ പോലെയുള്ള നല്ല കഴിവുള്ള യുവാക്കള് കയറി വരുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. പക്ഷെ നോർമലി ഒരു ആളുകൾക്ക് സിനിമയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിനിമയുടെ മേഖലയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബെൽറ്റ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് കൂടുതലും ജാതി ഉപയോഗിക്കുന്നു, രാഷ്ട്രീയം ഉപയോഗിക്കുന്നു. നമ്മളിപ്പോ ഒരു 3-4 വർഷം ഇങ്ങോട്ടും ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിവുള്ള നടന്മാർക്കൊന്നും തന്നെ നല്ല സിനിമകൾ ലഭിക്കുന്നില്ല. ഒട്ടും കഴിവില്ല, ഇതുപോലെ യൂട്യൂബ് ചാനലുകൾ വന്നിരുന്നിട്ട് വലിപ്പ് പറയുന്ന നടന്മാർക്ക് കൈ നിറയെ സിനിമകളുമുണ്ട്. എന്താണ് അതിന്റെ ഗുട്ടൻസ് എന്നുള്ളത് മലയാളികൾക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതുപോലെ മുൻകാലങ്ങളിലൊക്കെ തന്നെ ലാലേട്ടനായാലും മമ്മൂക്കയാണെങ്കിലും ജയറാം, സുരേഷ് ഗോപി, ഇത്തരം നടന്മാരൊക്കെ തന്നെ വർഷങ്ങളിൽ ഏകദേശം ഒരു 10-35 സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള നടന്മാരാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്കൊക്കെ കഴിവുണ്ടായിരുന്നു. ആ സിനിമകളൊക്കെ നമുക്ക് വിജയിച്ചിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. അവരുടെയൊക്കെ പ്രകടനങ്ങൾ അത്ര നല്ലതായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് പല നടന്മാർക്കും ഒരു കഴിവുമില്ല അഭിനയിക്കാൻ എന്ന് ഉണ്ടെങ്കിലും ഈ രാഷ്ട്രീയമായ രീതിയിൽ അവര് ഇഷ്ടം പോലെ സിനിമകൾ ചെയ്യുന്നു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ അവർക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ്. ഏതായാലും സിനിമയിൽ ഇനി സജീവമാവാൻ ആഗ്രഹിക്കുന്നവരും അവനവൻ്റെ കഴിവ് തെളിയിച്ച് മുന്നേറി, അതായത് കഴിവ് ഉള്ളവർക്ക് ഏതായാലും ഏത് മേഖലയിലും ശോഭിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ സിനിമയിൽ അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് സത്യം. സിനിമയിൽ പല മാനദണ്ഡങ്ങളുമുണ്ട് ഒരാൾ ഉയർന്നു വരാൻ വേണ്ടിയിട്ട്. ആ മാനദണ്ഡങ്ങളും അതിനപ്പുറത്തേക്ക് ഭാഗ്യം എന്നൊരു ഫാക്റ്റും ഉണ്ടെങ്കിൽ മാത്രം വിജയിക്കുന്ന മേഖലയാണ് സിനിമ. ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് യൂട്യൂബിലാണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങളുണ്ട്. കൂടുതൽ ആളുകൾ അങ്ങനെ സമാധാനപ്പെട്ട് അങ്ങനത്തെ സിനിമകൾ എടുത്ത് അല്ലെങ്കിൽ വെബ് സീരീസുകൾ എടുത്ത്, ഇപ്പോൾ വെബ് സീരീസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിനിമയേക്കാൾ ഒരുപാട് ക്വാളിറ്റി ഉള്ള സ്ക്രിപ്റ്റ് ഒക്കെ എത്രയോ മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന വെബ് സീരീസുകളും ഷോർട്ട് ഫിലിംസുകളൊക്കെ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം എവിടെയാണെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. സിനിമ മാത്രം ആവണം എന്നില്ലല്ലോ. അങ്ങനെയാണ് ഞാനൊക്കെ ഇപ്പോൾ സമാധാനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുമ്പോൾ ഒരു സിനിമ നിർമ്മിച്ച് നമ്മൾ തന്നെ സംവിധാനം ചെയ്യുക എന്നുള്ള ലെവലിലേക്കാണ്. ആരുടെയും കാല് പിടിച്ച് പോയി അല്ലെങ്കിൽ അവരുടെ അനുസരിച്ച് ഇന്ന സംഭവം ഇന്ന രീതിയിൽ എഴുതണം, അല്ലെങ്കിൽ ഇന്ന കഥാപാത്രം ഇന്ന ജാതിയിൽപ്പെട്ടവനാവണം എന്നൊക്കെ നിർമ്മാതാക്കളുടെയും മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ സ്വതന്ത്ര ചിന്തയ്ക്ക് നമ്മൾ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ഭാവിയിൽ ഉണ്ടാവാൻ വേണ്ടി പ്രയത്നിക്കുന്നു. ഇനിയിപ്പോൾ ഉണ്ടാവോ ഉണ്ടാവില്ലേ എന്നുള്ളതൊന്നും അറിയില്ല. അതൊക്കെ ദൈവവും പ്രപഞ്ചവും കൂടി തീരുമാനിക്കുന്നതാണ്. എന്തായാലും ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിൽ നിലനിൽക്കുന്ന ഒന്നാണ് എന്നുള്ളത് സത്യമാണ്. എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ അതിയായ മോഹവും കഠിനാധ്വാനവും നമ്മളെ എന്തായാലും നമ്മുടെ ആഗ്രഹത്തിലെ സഫലീകരണത്തിന് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിനിമകളുടെ എണ്ണം കുറഞ്ഞു പോയി എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അത് നല്ല സിനിമകളായി വരുന്നു എന്നുള്ളതാണ് അതിലേറെ സന്തോഷമുള്ള കാര്യം. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ പുതിയ ആളുകളാണ് എന്നുള്ളതും മറ്റൊരു സത്യമാണ്. അപ്പോൾ നമുക്കൊന്നിനെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ കഴിയില്ല എന്നതാണ് സത്യം. എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ. സിനിമയിൽ അഭിനയിക്കാനുള്ളവും അതുപോലെ തന്നെ സംവിധാനം ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാവർക്കും സംഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.